പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുനീറ. ക്ഷമ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നാം ക്ഷമ കൈവരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബികളും മസ്ജിദു നബവിയിൽ നിന്ന് നമസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടേക്ക് ഗ്രാമീണനായ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചു. സുഹാബികൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു അദ്ദേഹത്തിനോട് കയർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരൂ. മൂത്രമൊഴിച്ച ഭാഗത്ത് നജസായ ഭാഗത്ത് വെള്ളം ഒഴിക്കൂ. കോപമുണ്ടാവുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്ഷമയോടുകൂടി സൗമ്യമായാണ് അദ്ദേഹത്തെ ഉപദേശിച്ചത്. ഒരിക്കൽ ഒരു സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കരുത്. 3 പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെയാണ് ആ സുഹാബിയോട് പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ക്ഷമയോടുകൂടി നാം അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. നോമ്പുകാരൻ വിശപ്പും ദാഹവും ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ക്ഷമയും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ്. മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ആരോഗ്യവും സമ്പത്തും മാത്രം മതിയാവില്ല. ത്യാഗങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവുള്ളവർക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഹജ്ജിൻ്റെ ഏതു കർമ്മവും വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണുള്ളത്. പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അടുത്ത ബന്ധുക്കളുടെ മരണം, രോഗിയാവുമ്പോൾ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, ഈ സമയങ്ങളെല്ലാം നാം ക്ഷമ കൈവരിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ കൈവരിക്കാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് മഹാപാപമാണ്. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് അള്ളാഹുവാണ്. അത് തിരിച്ചെടുക്കാൻ കഴിയുന്നതും അള്ളാഹുവിനാണ്. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ക്ഷമാശീലർ പറയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരും അവങ്കിലേക്ക് മടങ്ങപ്പെടേണ്ടവരുമാണ് എന്ന്. ജീവിതത്തിൽ ക്ഷമ കൈവരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.